ഹലോ, വെൽക്കം ടു വി ഫോർ യു ഓൾവേസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രോൺസ് റെസിപ്പി ആയിട്ടാണ്. പ്രോൺസ് ഫ്രൈ ആണ്. ഇതുപോലെ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രോൺസ് ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യുള്ളൂ. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ ഇന്നത്തെ 2 GK ക്വസ്റ്റ്യൻസ് പറയാം. ഇന്ത്യയുടെ 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏത് രാജ്യമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, US ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതനാകുന്ന ഇന്ത്യൻ അമേരിക്കൻ വംശജൻ ആരാണ്? 2 ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഞാൻ പറയാം അവസാനം. പ്രോൺസ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇതാ കുറച്ച് പ്രോൺസും മഞ്ഞളും മുളകും ഉപ്പും ഒക്കെ തേച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ്. വെളുത്തുള്ളി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒന്ന് അവിടെ മാറ്റി വെക്കാം. കുറച്ച് സമയം മതി. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് ചുരുണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. ഇതുപോലെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ കുത്തിയെടുത്താൽ മതി. ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ ഈർക്കിലി ആയാലും മതി. ഇതുപോലെ എല്ലാം കുത്തി കൊടുക്കാം. എല്ലാത്തിലും ടൂത്ത് പിക്ക് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു കോട്ടിംഗ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദയും എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അത് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പ് മൈദയിലേക്കും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മൈദയും ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ മൈദയും ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് കളറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൈദയിലേക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. മുട്ടയും മൈദയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പ്രോൺസിൽ കോട്ടിംഗ് ചെയ്യാം. ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിവെച്ച പ്രോൺസ് ഓരോന്നെടുത്ത് ആദ്യം മുട്ടയിലൊന്ന് മുക്കാം. അതിനുശേഷം മൈദയിലൊന്ന് റോൾ ചെയ്യാം. വീണ്ടും മുട്ടയിൽ മുക്കി മൈദയിൽ റോൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു 2 പ്രാവശ്യം ചെയ്ത് നന്നായി പ്രോൺസിൻ്റെ മുകളിലേക്ക് നന്നായി ഈ കോട്ടിംഗ്, മൈദയുടെ കോട്ടിങ് വരുന്ന വിധത്തിൽ ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാ പ്രോൺസും ഇതേപോലെ മൈദയുടെ കോട്ടിംഗ് ചെയ്തെടുക്കാം. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഷാലോ ഫ്രൈ ചെയ്യാണ്. അതിനുവേണ്ടി നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി ഒന്ന് ചൂടായി വന്നു. ഇതിലേക്ക് ഓരോ പ്രോൺസ് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടെ ഇതിലേക്ക് വരുമ്പം കിടിലൻ ടേസ്റ്റാണ്. കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് മതിയാവും ഒരു സൈഡ് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. സ്റ്റിക്കുള്ളത് കൊണ്ട് നമുക്ക് സ്പൂണോ കയ്യിലോ ഒന്നും ആവശ്യമില്ല തിരിച്ചിടാൻ വേണ്ടിയിട്ട്. ഇതിൽ തന്നെ പിടിച്ച് ഒന്ന് തിരിച്ചിട്ടാൽ മതി. ഇതിൻ്റെ അറ്റത്തോട്ട് പിടിച്ച് ജസ്റ്റ് ഒന്ന് തിരിച്ചിടാം. ഇപ്പം എല്ലാം തിരിച്ചിട്ടു. ഇതും ഇനിയൊരു 5 മിനിറ്റ് തിരിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് കുറച്ച് സമയം 1 മിനിറ്റിൻ്റെ അടുത്ത് ഒന്ന് ഹൈ ഫ്ലെയിം ആക്കി കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ലോയിൽ വീണ്ടും ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോന്നിനെയും നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ ചിലതിലൊക്കെ ഇങ്ങനെ കറിവേപ്പില ഒട്ടിക്കിടക്കുന്നുണ്ട്. ആ കറിവേപ്പിലയോടുകൂടെ തന്നെ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. ഇത് ചൂടോടുകൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. സാധാരണ പ്രോൺസിൻ്റെ വല്ലതും ഉണ്ടാക്കിയാൽ മക്കൾ അധികം കഴിക്കാത്തതാണ്. പ്രോൺസ് ഫ്രൈ നോർമലായിട്ട് ഫ്രൈ ചെയ്താലും പിന്നെ അല്ലെങ്കിൽ റോസ്റ്റോ അല്ലെങ്കിൽ ബിരിയാണി ആക്കിയാൽ തന്നെ അധികമൊന്നും അവർ കഴിക്കാറില്ല. ഇങ്ങനെ ചെയ്തപ്പം അവർ നല്ലോണം കഴിച്ചു. 2 ആൾക്കും നല്ല ഇഷ്ടമായി. അപ്പം നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുള്ളത് തീർച്ചയാണ്. ഇനി നേരത്തെ ചോദിച്ചതിൻ്റെ ആൻസർ ഞാൻ പറയാം. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ
ഏത് രാജ്യമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നായിരുന്നു? ബംഗ്ലാദേശാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, US ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ വംശജൻ ആരാണെന്നുള്ളതായിരുന്നു. ഡോക്ടർ രാജ് അയ്യറാണ് ഉത്തരം. പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റിപ്പബ്ലിക് ഡേയില് ഗസ്റ്റ് വരാറുണ്ടല്ലോ സാധാരണ. ആദ്യം തീരുമാനിച്ചത് UK പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ ആയിരുന്നു. കൊറോണ പ്രശ്നങ്ങളൊക്കെ കാരണം ബോറിസ് ജോൺസൺ വരുന്നത് ക്യാൻസൽ ചെയ്തു. പകരം സുറിനാം പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കിയാണ് പുതിയ ഗസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെസിപ്പിയും GKയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.